ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനലിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഇൻസ്റ്റൻറ്റ് സേമിയ പായസം മിക്സിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ സ്റ്റൈലിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ റെസിപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റൈലിലല്ല നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം. അതിന് മുമ്പ് തന്നെ ഒരു കാര്യം എല്ലാവരോടും പറയട്ടെ. നമ്മുടെ ചാനൽ, അതായത് എൻ്റെ ചാനൽ 1500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൽ ആഡ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും അനുഗ്രഹം ദൈവത്തിൻ്റെ ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കിത് പൊട്ടിച്ച് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് പാക്കറ്റ് പൊട്ടിക്കാം കേട്ടോ. നമ്മൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇത് എന്തിനാണ് പൊട്ടിച്ചിട്ടതെന്ന് വെച്ചാൽ, ഇവിടെ എൻ്റെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഷുഗർ ഉള്ളതാണ്. അപ്പം നമ്മൾ ഇത്രയും ഷുഗർ ഇതിനകത്ത് ആഡ് ചെയ്ത് പായസം ഉണ്ടാക്കാറില്ല. കാരണം അവർക്കൂടെ കഴിക്കാൻ വേണ്ടി നമ്മളിപ്പം അത് കുട്ടികൾക്കാരും ഇത് ഭയങ്കര ഷുഗറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ഷുഗർ ഇതിനകത്തുനിന്ന് മാറ്റും. പിന്നെ ഈ കാഷ്നട്ടും ഈ മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ നമ്മളിത് പറക്കി സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് അത്രയും ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, നമ്മൾ ഇത്രയും പഞ്ചസാരയും ഇത്രയും നട്ട്സും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര വേണം, നമുക്ക് മധുരം കുറവുണ്ടെങ്കിൽ ഇത് തന്നെ ഇന്നത്തെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇത്രയും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. നമ്മൾ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ചെറിയ ചൂടുവെള്ളമായിരുന്നു ഒഴിച്ചത്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിലാവട്ടെ. നമുക്കതിലേക്ക് നമ്മൾ ഈ വേർതിരിച്ച് വെച്ചേക്കുന്ന സേമിയയുടെ ഇത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫുള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് അതൊന്ന് തിളക്കട്ടെ. ഇൻസ്റ്റൻറ്റ് സേമിയ 15 മിനിറ്റുള്ളിൽ പായസം റെഡിയാവുമെന്നൊക്കെ വെറുതെ പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ല വേവുള്ളതാണ്. കാരണം വേവ് ഒത്തിരി ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട്. ഇത് 15 മിനിറ്റ് പറഞ്ഞത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നമുക്കിത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മളിത് വെന്ത് വരുന്നുണ്ട്. 1 കവർ പാലാണ്, അതായത് 1/2 ലിറ്റർ പാലാണ് നമ്മൾ ഈ പായസത്തിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. പാലൊക്കെ ഒഴിക്കാൻ എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. പകുതി പാലും ഇപ്പം തറയെ കളയും. കളയാതെ ഒഴിക്കണേ. അപ്പം പാല് ഒഴിക്കുക. കളയാതെ ഒഴിക്കുക. ഓക്കെ. നമുക്കിത് മൊത്തം ഒഴിക്കണം, മൊത്തം ഫുൾ ഒഴിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു അസിസ്റ്റൻ്റ് സഹായം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഫുൾ പാലൊന്ന് കുറച്ചും കൂടെ ഇനി ഒഴിക്കും. കുറുങ്ങണ്ട, നീ അങ്ങോട്ട് ഒഴിച്ചാക്കണം. അപ്പോൾ പാല് നമുക്ക് മൊത്തത്തിൽ ഒഴിച്ചിട്ട് കളയില്ല. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സേമിയ വെന്തിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തിളച്ചിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പകുതി പാല് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പകുതി പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പാലുമായിട്ട് ഇതൊന്ന് സെറ്റാവട്ടെ. 2-3 തിളയൊക്കെ വരട്ടെ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ തന്നെ ഒരു കുറുകിയ ഇതിലിരിക്കുകയാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കി വന്ന പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പായസം നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പം അത് കാണിച്ചു തരാം. നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെച്ചില്ലേ, അതിനകത്തൊന്ന് പറക്കി മാറ്റി വെച്ച് നമുക്കിത് നെയ്ക്കകത്ത് വറുത്ത് പായസത്തിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ നട്ട്സ് വല്ലതും വേറെ ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിത് നെയ്ക്കകത്ത് വൈറ്റിട്ട് നമ്മൾ പായസത്തിലോട്ട് ഇടുകയാണ് കേട്ടോ. നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം. അപ്പം നമ്മളവിടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, ഒന്ന് കുറച്ച് കൊടുക്കാം. നെയ്യൊന്ന് ഉരുകട്ടെ. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് പൊള്ളിച്ചെടുക്കാം. നമ്മുടെ മുന്തിരിങ്ങയൊക്കെ അടിപൊളിയായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈ തെറിക്കാതെ. ഓക്കെ, നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും നെയ്യൊക്കെ ഒന്ന് ചെന്ന്. ഓക്കെ,
അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ മെത്തേഡിലാണ് ഞങ്ങളിവിടെ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സമയമെടുക്കും, പക്ഷെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് കുറച്ച് തണുക്കട്ടെ. ഫൈനൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഒത്തിരി കുറുകാത്ത കുറച്ച് ലൂസായിട്ടുള്ള പായസമാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മോൾ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇങ്ങനെ ആയാലും ഉണ്ടാക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.